ഉണ്ടാക്കിയ ഒരു പാവയെ കുമാലയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. അവൾക്കതങ്ങ് ഒരുപാട് ഇഷ്ടമായി. അടിയുടെ വേദനയൊക്കെ ആ സമ്മാനത്തിലങ്ങ് മറന്നു പോയെന്നതാണ് സത്യം. അങ്ങനെ അന്ന് രാത്രിയില് കുമാല കിടന്നുറങ്ങാൻ നേരത്താണ് അവളുടെ അലമാരയിൽ നിന്നും എന്തോ ഒരു ശബ്ദം. അവൾ ആ അലമാരയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ സമയത്ത് തന്നെ അത് പെട്ടെന്ന് തുറന്നു വരുന്നു. അതിൽ നിന്നും വികൃതമായ രൂപത്തിലുള്ള ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വേറെ ആരുമല്ല, അതാണ് സുമാല. സുമാലയുടെ ആത്മാവ്. നീ ആരാ? ഞാൻ സുമാല, നിന്റെ ഇരട്ട സഹോദരി. എന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിലെ തന്നെ അവരെന്നെ കൊന്നുകളഞ്ഞു. കുമാലയ്ക്ക് സുമാലയുടെ ശബ്ദവും രൂപമെല്ലാം കണ്ട് ശരിക്കും പേടി തോന്നി. എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ കുമാല. ഇനി മുതൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഉണ്ടാകും കേട്ടോ. സുമാല പറയുന്നത് കേട്ട് അവൾക്ക് ശരിക്കും സന്തോഷമായി. ഇത്രയും നാള് കൂട്ടുകാരൊന്നും ഇല്ലാതിരുന്ന അവൾക്ക് ഇപ്പോൾ ഒരു കൂട്ടുകാരി കിട്ടിയില്ലേ, അതും സ്വന്തം സഹോദരി. പേടിയെല്ലാം മാറി കുമാല വേഗം സുമാലുമായിട്ട് കൂട്ടാകുന്നു. അങ്ങനെ പിറ്റേന്ന് രാത്രിയായതും കുമാല പതിവ് പോലെ തന്നെ പിയാനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ശബ്ദം കേട്ട സോൾജിമാന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. അയാൾ എഴുതിക്കൊണ്ടിരുന്നതിനകത്തൊന്നും അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ദേഷ്യത്തിന് താഴേക്ക് ഇറങ്ങി വന്ന അയാള് കുമാലയുടെ മുഖത്ത് നോക്കി ഒരൊറ്റയടി. നിന്റെ മോളെ മര്യാദയ്ക്ക് വളർത്തിക്കോ, അതും പറഞ്ഞ് തന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ട് അയാൾ അകത്തേക്ക് കയറി പോകുന്നു. സ്വന്തം അമ്മയായിട്ട് പോലും അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ശ്രമിച്ചില്ല. അവിടെയും ആന്റിയാണ് കുമാലയെ സമാധാനിപ്പിക്കുന്നത്. അല്പനേരം കഴിഞ്ഞതും ആരുമില്ലാത്ത തക്കം നോക്കി കുമാല സോൾജിമാന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ വന്ന് അയാളെ നോക്കി നിൽക്കെ തന്നെ അവള് തന്റെ വളഞ്ഞുപോയ കൈയും കാലുമെല്ലാം ഒരു കുഴപ്പമില്ലാതെ നൂത്തെടുക്കുന്നു. ശേഷം മേശപ്പുറത്തിരുന്നൊരു പേനയെടുത്ത് അന്തം വിട്ടിരിക്കുന്ന അയാളുടെ കയ്യിൽ നോക്കി ഒരൊറ്റ കുത്ത്. നിലവിളി കേട്ടുകൊണ്ട് സുലോസ്ത്രീ ഓടി വന്ന് നോക്കിയപ്പോൾ കാണുന്നതോ കൈ മുഴുവനും ചോര ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഭർത്താവിനെയും. അയാൾ ഇത് വെറുതെ വിടുവോ? പിറ്റേന്ന് നേരം വെളുത്തതും അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചോളപ്പാടത്തിന് നടുവിലായിട്ട് പൊരി വെയിലത്ത് ഒരു കുരിശിൽ അവളെ കെട്ടിയിടുകയാണ് ചെയ്തത്. തന്റെ ഭർത്താവിനെ ഒന്ന് തടയാനോ മകളെ സപ്പോർട്ട് ചെയ്യാനോ പോലും സുലോസ്ത്രീ തയ്യാറായില്ല. അവർക്ക് തന്റെ മകളെക്കാളും വലുത് അവരുടെ ഭർത്താവ് തന്നെയായിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പതിവ് പോലെ എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്ന സമയം കുമാലയുടെ ആവശ്യപ്രകാരം എന്തോ എടുക്കാനായിട്ട് ആന്റി അടുക്കളയിലേക്ക് പോകുന്നു. എന്നാൽ അവരങ്ങോട്ട് പോയതും കുമാല വീണ്ടും വെറിയിടായിട്ട് പെരുമാറാൻ തുടങ്ങി. ഇന്നർ ഊരിയിട്ട് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കയറിയിരുന്ന യൂറിൻ പാസ് ചെയ്യുകയാണ് അവൾ. അതും അച്ഛനും അമ്മയിരിക്കെ. നിനക്കിത് ധൈര്യമുണ്ടായിട്ട് എങ്ങനെ ചെയ്തത്? സുക്കീറിനെ വിളിച്ചതും അയാൾ ഓടി വന്ന് കുമാലയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നു. എന്നാൽ അയാളെയും അവള് നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. സുലോസ്ത്രീ ഓടി വന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് മിററിലായിട്ട് ആ കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ കുമാലയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന സുമാല. എങ്കിലും അവരത് ആരോടും പറയുന്നില്ല. അയാളെ അടിച്ച് പഞ്ചറാക്കിയ ശേഷം കുമാല ഓടി പുറത്തേക്ക് പോകുന്നു. തൊട്ടു പിറകെ തന്നെ സുലോസ്ത്രീ മാറ്റി കൂടി അവളെ തേടി ഇറങ്ങുന്നുണ്ട്. പക്ഷെ എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് കോഴിക്കൂടിനടുത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കിയപ്പോഴോ കൂട്ടിൽ കിടന്നിരുന്ന കോഴിയെ പച്ചയ്ക്ക് കടിച്ചു പറിച്ച് തിന്നുകയാണ് അവൾ. അങ്ങനെ പിറ്റേന്നായതും ആന്റി ഇതിനെപ്പറ്റി കുമാലയോട് ചോദിക്കുന്നു. മോൾ എന്തിനാ ഇന്നലെ അങ്ങനെ ചെയ്തത്? അതൊക്കെ ചീത്തയല്ലേ? ഞാനല്ല അങ്ങനൊന്നും ചെയ്തത്, അത് സുമാലയാ. എന്നാൽ പുറത്തു നിന്നിരുന്ന സുലോസ്ത്രീ ആ പേര് കേട്ടത് ഞെട്ടിപ്പോയി. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ടെൻഷനായ അവര് പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരാളെ കാണിച്ചില്ലേ, സബ്ദോ, അത് ഈ ആന്റിയുടെ മകനായിരുന്നു. കുമാലയെ അല്പം നേരത്തേക്ക് അവനെ ഏൽപ്പിച്ച ശേഷം അവർ സുലോസ്ത്രീ ഫോളോ ചെയ്യാൻ തുടങ്ങി. സുലോസ്ത്രീ നേരെ പോകുന്നത് ആ മുത്തശ്ശിയെ കാണാനായിരുന്നു. കുഞ്ഞിന് വേണ്ടി ദുർമന്ത്രവാദം ചെയ്യാൻ സഹായിച്ച മുത്തശ്ശിയില്ലേ, അവർ തന്നെ. പക്ഷേ വഞ്ചിക്കാരന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് അവര് മരിച്ചിട്ടിപ്പോൾ ഒരു മാസത്തോളമായി. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു അത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അന്നേരമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ആന്റിയും വരുന്നത്. ഇനിയും ഒറ്റയ്ക്ക് തന്നെ കൊണ്ട് ടെൻഷൻ താങ്ങാനാവില്ലെന്ന് സുലോസ്ത്രീക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നടന്ന കാര്യങ്ങൾ മുഴുവൻ ആന്റിയോട് പറയുന്നു. എന്റെ ദൈവമേ, മോളെ എന്ത് പണിയായി കാണിച്ചത്? അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ആന്റിയെ മകൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അങ്ങനെ വീണ്ടും ഒരു വർഷം കൂടി കടന്നുപോയി. കുമാലയെ ഇപ്പോൾ രാത്രി സ്ഥിരമായിട്ട് ആ ചായ്പിലാണ് അടച്ചിടുന്നത്. ആന്റി ഒഴികെ അവളോട് ആരും ഒരു ദയയും കാണിച്ചിട്ടില്ലായിരുന്നു. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ കഴുത്തറുത്ത് കൊന്നുകളയും ഞാൻ. സാർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എല്ലാ രാത്രിയിലും അവളെ ഇങ്ങനെ ആ ഷെഡിൽ അടച്ചിടല്ലേ. അപ്പോ ഞാൻ ചാവണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവൾ എന്നെ കുത്തി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. എല്ലാ രാത്രിയിലും അവളൊരു മൃഗമായിട്ട് മാറുകയാണ്. അയാള് പറഞ്ഞത് സത്യമായതുകൊണ്ട് തന്നെ ആന്റിക്ക് തിരികെ പറയാൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അയാള് പോയെന്ന് കണ്ടതും ആന്റി പതിയെ ആ ഷെഡിന്റെ അടുത്തേക്ക് വരുന്നു. മോളെ വിഷമിക്കണ്ട കേട്ടോ, നീ ആരാണെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. ആന്റിക്ക് മോളെ ഒരുപാട് ഇഷ്ടമാ. അതും പറഞ്ഞ് കുമാലയുടെ അവസ്ഥയോർത്ത് അവർ പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ പിറ്റേന്നായതും കുമാല റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ചന്തയിൽ വെച്ച് കണ്ട കുറച്ച് തലതിരിഞ്ഞ പിള്ളേരില്ലേ, അവര് വന്ന് അവളെ കളിക്കാനായിട്ട് താഴേക്ക് വിളിക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി കുമാല ഇറങ്ങി ചെല്ലുകയും ചെയ്തു. അവൾ ഇറങ്ങി വന്നതും ഒരു പന്ത് തറയിൽ വെച്ചിട്ട് അത് അവളോട് കാലുകൂടെ തട്ടാൻ പറഞ്ഞ് കളിയാക്കുന്നു. അവരുടെ ഈ കളിയാക്കല് കണ്ട് കുമാല കരയാൻ തുടങ്ങി. ഡാ നിർത്ത്, നിങ്ങൾ എന്തോ ചെയ്യുന്നത്? അതൊരു പാവമല്ലേ? അതും പറഞ്ഞ് അഹങ്കാരമൊത്ത ചെറുക്കനാണെങ്കിൽ കുറച്ച് ചെളി വാരി അവളുടെ മുഖത്തേക്ക് അങ്ങ് വാരിത്തേച്ചു. ഭ്രാന്തി എന്ന് വിളിച്ച് കളിയാക്കുന്നു, നിലത്തേക്ക് തള്ളിയിടുന്നു, കല്ലുവാറി എറിയുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്ത് അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതും കണ്ടുകൊണ്ട് ആന്റി അങ്ങോട്ടേക്ക് വരുന്നത്. നീയൊക്കെ എന്തുവാടാ ചെയ്യുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. സകലതിനെ ഓട്ടിച്ചുവിട്ട ശേഷം ആന്റി ഓടി വന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് കുമാല ആ കാഴ്ച കാണുന്നതും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നിട്ടും അവർ തന്നെ ഒന്ന് രക്ഷിച്ചില്ലല്ലോ
പറ്റില്ലല്ലോ എന്ന് ഓർത്തതും കുമാലയ്ക്ക് അവരോട് നല്ല ദേഷ്യം തോന്നുന്നു. അങ്ങനെ അന്ന് രാത്രിയായിരുന്നു കുമാല അവളെ കെട്ടിയിടാറുള്ള ചായ്പിൽ നിന്നും എങ്ങനെയോ പുറത്തു ചാടുന്നു. മാത്രമല്ല അവളുടെ കൈക്കും കാലിനും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ അവള് സുമാലയുടെ കൺട്രോളിലാണ്. പുറത്തേക്ക് വന്നവൾ കയ്യിൽ ഒരു പ്രത്യേക തരം കത്തിയെടുക്കുന്നു. ശേഷം അതുമായിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് നേരത്തെ കുമാലയെ കളിയൊക്കെ കുറെ ചെറുക്കന്മാരില്ലേ, അതിലൊരു ചെറുക്കനെയാണ്. അവൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറ്റിക്കാട്ടിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്റെ കൂടെ കളിക്കാൻ വരുന്നോ? ഏത് വട്ടനാടാ അത് പാതിരാത്രി കളിക്കാൻ വന്നേക്കുന്നു? എന്നാൽ വീണ്ടും കേൾക്കുന്നു ആരോ പാട്ട് പാടുന്ന പോലൊരു ശബ്ദം. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ അത് നമ്മുടെ കുമാലയായിരുന്നു. കുമാലയല്ല, ശരിക്കും അത് സുമാലയാണ്. സുമാലയുടെ പ്രേതത്തെ കണ്ടതും ചെക്കൻ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ അവള് വിടുവോ? പിറകെ ഓടിച്ചെന്ന് അവന്റെ മുതുകു മുതൽ നടുവരെ കത്തിവെച്ച് പൊളന്നങ്ങ് വിട്ടു. തല പൊളന്ന് അവന്റെ ബ്രെയിൻ വരെ പുറത്തെടുക്കുന്നുണ്ട്. അവനെ കൊന്ന ശേഷം ആ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റു 2 പയ്യന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. മരത്തിന്റെ മുകളിലിരുന്ന കുമാല ഒരു പാറക്കല്ലെടുത്ത് ഒരുത്തന്റെ തലയ്ക്ക് ഒരൊറ്റയേറ്. ആ ചെറുക്കൻ ഓൺ ദ സ്പോട്ടിൽ തീർന്നു. മറ്റേ ചെറുക്കന്റെ നെഞ്ചിലേക്ക് തന്നെ കത്തി കുത്തിയിറക്കി അതിനെ കൊന്നുകളഞ്ഞു. പിറ്റേന്നായതും ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവനും ആ 3 കുട്ടികളെയും തപ്പി നടക്കുവാണ്. ഇപ്പൊ തന്നെ 3 ദിവസത്തോളമായി അവർ കാണാതായിട്ട്. ആ നാട്ടിൽ ഇനി തപ്പാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ഈ സംഭവത്തോടുകൂടി ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമായാൽ പിന്നെ ഒരു കുട്ടികളെ പോലും പുറത്തുവിടാൻ പാടില്ല. എല്ലാവരും ആ തീരുമാനത്തോട് യോജിക്കുന്നുണ്ട്. നേരത്തെ 3 പേരല്ലേ മരിച്ചോളൂ, ഇനിയും 4 പേരും കൂടില്ലേ ആ കൂട്ടത്തില്. ആ 4 പേരും കൂടി ഇപ്പോൾ ഒരു വീട്ടിലാണ് ഇരിക്കുന്നത്. ദാ ഇനി അവന്മാരെ വല്ല മുതലേം പിടിച്ചതായിരിക്കുവോ? ചിലപ്പോ കടുവയാണെങ്കിലോ? ചുമ്മാ പൊട്ടത്തരം പറയാതടാ. അവന്മാര് നമ്മളെ കളിപ്പിക്കാനായിട്ട് മാറി നിൽക്കുവാങ്ങാണ്ട. എന്റെ പന്തം കൊണ്ട് ആ തെണ്ടികൾ പോയിരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ വാതിലും തുറന്നുകൊണ്ട് കുമാല അകത്തേക്ക് വരുന്നത്. അവളുടെ കയ്യില് അവരുടെ പന്ത് ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ ആ പന്ത് മാത്രം തറയിൽ വെച്ചിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. നീ എന്താ ഈ രാത്രിയില് പന്ത് കളിക്കാൻ വന്നതാണോ? അതും പറഞ്ഞ് അവൻ ആ പന്ത് അവളുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നാ കുമലയാണെങ്കിൽ ആ പന്തെടുത്ത് തിരികെ അവനൊരൊറ്റ ഏറ്. അവന്മാര് വെറുതെ വിടുവോ? വീണ്ടും അവളുടെ പുറകെ ചെല്ലുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിൽ അവൾ പിടിച്ചേക്കുന്ന കത്തി അവര് കാണുന്നത്. പിന്നെ ഇവളേക്ക് ആര് പേടിക്കാനാ? അതും പറഞ്ഞ് അവൻ ചെന്ന് കുമാലയുടെ തോളിൽ കൈവച്ചതും അവൾ അവന്റെ തോള് നോക്കി ഒരൊറ്റ വിട്ട്. ഇത് കണ്ട മറ്റൊരു ചെറുക്കൻ കത്തി വെച്ച് കുമാലയെ കുത്താനായിട്ട് വന്നതും അവന്റെ വായിലേക്ക് കത്തി കുത്തിയിറക്കി കീറിയും കളഞ്ഞു. മറ്റൊരു ചെറുക്കന്റെ തൊണ്ട മുതൽ വാ വരെ പൊളന്നങ്ങെടുത്തു. മറ്റേ ചെറുക്കന്റെ കണ്ണാണ് തോണ്ടിയെടുക്കുന്നത്. ഇനി ബാക്കി ഒരുത്തനും കൂടിയുണ്ട്. അവന്റെ തലയിലേക്ക് തന്നെ കത്തി കുത്തിയിറക്കി കളഞ്ഞു. എന്നിട്ടും കലിയടങ്ങാതെ ആ തല കൂടി അറുത്തിങ്ങെടുക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തതും ഗ്രാമവാസികളെല്ലാം കൂടി വീണ്ടും കുട്ടികളെയും തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഒരു മരത്തിന്റെ ചൂട്ടിൽ നിന്നും കരിയില കൊണ്ട് മൂടിയിട്ടേക്കുന്ന തരത്തിലെ 2 കുട്ടികളുടെ ഡെഡ് ബോഡി അവർക്ക് കിട്ടുന്നത്. മരത്തിനടുത്ത് വെച്ച് കുമാല ആദ്യം 2 കുട്ടികളെ കൊന്നില്ലായിരുന്നോ? അവരുടെ ഡെഡ് ബോഡി ആയിരുന്നു അത്. ആ കുട്ടികളുടെ അച്ഛന്മാർക്ക് സഹിക്കാനാവുമോ? മക്കളുടെ ബോഡി കണ്ട് അയാൾ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നും ഒരു പാവ കിട്ടുന്നത്. പാവ കണ്ടപ്പോഴേ അത് കുമാലയുടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാത്രമല്ല അവൾ ആദ്യമായിട്ട് കിണറ്റിന്റെ അടുത്ത് വെച്ചൊരു ചെറുക്കനെ കൊന്നില്ലേ, ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന്